ഇങ്ങനെ ഒരു 29-ാം തീയതി വൈകുന്നേരം ഒരു 3:30 കൂടിയാണ് ഞാൻ വലതുകാല് വെച്ച് ഈ വീട്ടിലേക്ക് കയറിയത്. ഓക്കെ, കഴിഞ്ഞില്ല. ഇനി വേറെ കാര്യം കൂടി ഉണ്ട്. പേരൻസിന് കുട്ടികൾ തന്നെ കോംപ്ലിമെന്റ്സിന് അവരോട് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. ചെറിയൊരു പരിപാടി. അപ്പേ നിക്ക്, സൈഡിലാ നിക്കണേ. ഞാനും വരാം ഇപ്പൊ തന്നെ. അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല. അതിന് 2-3 ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാരോടും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ചെറിയൊരു മധുരം കഴിച്ച ഇതങ്ങ് ആഘോഷിക്കുകയാണ്. ആഘോഷിക്കണമൊന്നുമില്ല, മധുരം കഴിക്കുന്നു. മെമ്മറിക്ക് വേണ്ടി അത് സസ്പെൻസ് മെമ്മറി പുതുക്കാനായിട്ട് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ച് അത് കട്ട് ചെയ്ത് കഴിച്ച് സന്തോഷം പങ്കുവെക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് സംഭവം. അപ്പൊ ഇന്നത്തെ പരിപാടി ഇന്ന് മെയ് 29 ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനം. അപ്പ പറയട്ടെ, ഞാനതുകൊണ്ട് അപ്പൊന്നും മിണ്ടുന്നില്ല. അപ്പൊ അതിന്റെ അപ്പയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാൻ അമ്മ അവസരം കൊടുക്കും. ഞാൻ ഇനി പറയാനില്ല, ഇനി അപ്പ സംസാരിക്കും. അപ്പോ വിവാഹ വാർഷിക ദിനമാണെന്ന് പറഞ്ഞു. ഏറെ വർഷമായി ഒരു സ്വസ്ഥവും ശാന്തവും ഒരു ദാമ്പത്യ ജീവിതം നൽകിയ ദൈവത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു, നന്ദി പറയുന്നു. വീണ്ടും സ്വസ്ഥമായ ഒരു ജീവിതം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ മകള് കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങള് അതിൻ്റെതായ സന്തോഷം പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞങ്ങളൊരു കേക്ക് മുറിച്ച് അത് പങ്കിടുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങളുടെ വിജയകാംക്ഷികളായ മോമോസ് കിച്ചൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഞങ്ങൾക്കുണ്ടാകണമെന്ന് പ്രത്യേകമായി വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് കേക്ക് മുറിക്കാം. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറയാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. ചെറുതാക്കി ഒട്ടുമില്ല. ഈ പീസ് മാറിയിരിക്കട്ടെ. ഈ പീസുകൾ പോരെ നമുക്ക്. ഞാൻ വരട്ടെ. അമ്മ വരട്ടെ. തിരക്ക് പിടിക്കല്ലേ? അതെ, തിരക്ക് പിടിച്ച് എങ്ങും പോവാനില്ല, ഇവിടെ തന്നെ. അതെ, എന്നെ കാണാമോ? കാണാതിരിക്കും. ഇത്രയും വലിയ ആളേതായാലും കാണാതിരിക്കില്ലല്ലോ. എനിക്ക് കുറച്ച് പണ്ടത്തെ ഓർമ്മ വരുന്നുണ്ടോ? കല്യാണ സമയത്ത് കേക്ക് പരസ്പരം പങ്കുവെച്ചത് ഓർക്കണുണ്ടോ? പല ഓർമ്മകളും നല്ലുണ്ട്. ഇങ്ങനെ ഒരു 29-ാം തീയതി വൈകുന്നേരം ഒരു 3:30 കൂടിയാണ് ഞാൻ വലതുകാല് വെച്ച് ഈ വീട്ടിലേക്ക് കയറിയത്. എന്റെ അമ്മായിയമ്മ, അതായത് അപ്പയുടെ അമ്മ, എന്നെ ഒരു മാല അണിയിച്ചാണ് ഇവിടെ സ്വീകരിച്ചത്. ആ ഓർമ്മ എന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടാ. ആ ഓർമ്മ ഫോട്ടോയിൽ കണ്ട് എനിക്കും വരുന്നുണ്ട്. ഓക്കെ, നല്ല കേക്കാ. ഞങ്ങള് ചെറിയൊരു കേക്ക് ഇവിടെ ബേക്കറിയിൽ പറഞ്ഞ് വാങ്ങിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടെയായിട്ട് കുറച്ച് മധുരങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. ഒന്ന് പിന്നെ ഞങ്ങളുടെ വീടുകളിലൊക്കെ 1-2 അത്യാഹിതങ്ങളൊക്കെ സംഭവിച്ചത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്കിലും ഈ ദിവസം ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്ത് ഒന്ന് മധുരം പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങള് കേക്ക് കട്ട് ചെയ്ത് മധുരം പങ്കുവെച്ചതാട്ടോ. ഓക്കെ, കഴിഞ്ഞില്ല. ഇനി വേറെ കാര്യം കൂടി ഉണ്ട്. കയ്യൊന്ന് തുടച്ചോട്ടെ കേട്ടോ. ഇതിങ്ങനെ മാറ്റി വെക്കാം. അല്ല, ഇതിങ്ങനെ മാറ്റി വെക്കാം. അവിടെ തന്നെ നിന്നോ. തിരിഞ്ഞു പോയല്ലോ. അത്യാവശ്യം വലിയ കവർ അപ്പയ്ക്കുള്ളതാ, അമ്മയ്ക്ക് ചെറുത്. എനിക്ക് എപ്പോഴും ചെറുത് മതി. എനിക്ക് ചെറുത് മതി. പിന്നെ
ചെറുതിലല്ല കാര്യം. ആ ചെറുതാണെങ്കിലും എന്നാ അതിന് പറയണം, പക്ഷെ മൂല്യം ഇച്ചിരി അമ്മയുടെ കൂടുതൽ. ഒരു പിടി കുടിച്ചില്ല. അതെപ്പോഴും അങ്ങനെയാണല്ലോ വേണ്ടത്. അല്ല വലിയ വ്യത്യാസമൊന്നുമില്ല, ഇച്ചിരി മാത്രം. ഇന്നലെ ഈ കവറ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായായിരുന്നു എന്തെങ്കിലും സംഭവമാണ്. ഞാൻ കണ്ടു രാവിലെ തൊട്ട് നോക്കണേ. നീ കിടന്നുറങ്ങിയപ്പോ ഞാനൊന്നും നോക്കിയില്ല, റൂമിൽ വന്നു. പിന്നെ പൊതി ഞാൻ അഴിച്ചില്ല, കാരണം അത് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പൊ നമുക്ക് പൊതി അഴിച്ച് എന്നാന്നൊന്ന് കാണാം. കോംപ്ലിമെന്റ്സിന്റെ പ്രത്യേകം ഇല്ല, കോംപ്ലിമെന്റ്സിന് പേരൻസിന് കുട്ടികൾ തന്നെ കോംപ്ലിമെന്റ്സിന് അവരോട് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. അത് വിവരമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു തരേണ്ടതായിരുന്നു. അത് അവര് ചെയ്തിരിക്കണം, ചെറുതാണെങ്കിലും. ഇനി അമ്മ അമ്മയുടെ സാധനം തുറക്കുകയാണ്. അപ്പയും ഒരുമിച്ച് തുറന്നു നോക്കാം. ഓ എത്ര കവറാകുന്നു. പേപ്പർ കളയാതെ കിട്ടും. ഈ അമ്മയും ആകാംക്ഷ പരിധിയാണ്. മനസ്സിലായി, ആദ്യത്തെ മനസ്സിലായി. ഓ അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. എങ്ങനെയുണ്ട്? തുറക്ക്, സൈസ് അറിയാലോ. അത് എത്ര നാളായി? പ്രൊഫഷണൽ ബ്ലൂ ആ. അത് അപ്പയ്ക്ക് പണ്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഏതാണ്ടൊരു ബ്ലൂ. അങ്ങനെ അപ്പയ്ക്ക് അറിയാലോ. അത് യൂട്യൂബ് ബ്ലൂ ഒഫീഷ്യൽ മീറ്റിങ്ങുകൾക്കും ഫംഗ്ഷനുകൾക്കും ഒക്കെ പോകുമ്പോൾ. അല്ല, അപ്പയ്ക്ക് പണ്ട് അങ്ങനത്തെ ബ്ലൂ ഉണ്ടായിരുന്നത് വിവാൾഡിയുടെ ആയിരുന്നു. ഇത് വാൻ ഹുസൈൻ. ഇതിന്റെ വില ഇച്ചിരി കൂടുതലാ. ഓ ഇതിനെ മാച്ച് ചെയ്യുന്നതാണല്ലോ. അത് അവളെങ്ങനെ എടുക്കാറുള്ളൂ. ഇത് ബാലരാമപുരം കൈത്തറിയ. അപ്പൊ കൈകൊണ്ടുള്ള നെയ്ത്തായിരിക്കും അല്ലേ? നീ മേടിക്കുന്ന എല്ലാ മുണ്ടുകളും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അപ്പയോട് പറയും, അങ്ങനെ പൈസ മുടക്കി കഴിഞ്ഞാല് അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മുണ്ട് കിട്ടുവോളന്നു. എങ്ങനെയുണ്ട്? കളർ തന്നെയല്ല, വളരെ സോഫ്റ്റാ, വളരെ വെരി സോഫ്റ്റ്. സിൽവർ കരയുന്നുണ്ട് കണ്ടോ? എങ്ങനെയുണ്ട്? ഇത് എവിടെ നിന്നായിരുന്നു? 2 ശീമാട്ടിന്ന്. ആണോ? അവിടെ ഇപ്പൊ ഈ മുണ്ടുകളൊക്കെ ഉണ്ട്. നല്ല റേറ്റ് ഉണ്ട്. വെറുതെ അല്ല, നല്ല സോഫ്റ്റുവാ, നല്ലതാ. നോക്കട്ടെ. കളർ നല്ല കളറല്ലേ? നല്ല കളറാണ്. ഒഫീഷ്യൽ ബ്ലൂ ആണ്. ഒഫീഷ്യൽ മീറ്റിങ്ങുകൾക്കൊക്കെ അവിടെ വെച്ച് എല്ലാവരും ഇങ്ങനത്തെ കളർ ഷർട്ടേ ഇടുള്ളൂ. അല്ല, ഇങ്ങനത്തെ ബ്ലൂ ഷെയ്ഡ് തന്നെയുള്ള 2 ഷർട്ട് പണ്ട് ജോലിയിൽ ഇരുന്നപ്പോ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് കളർ ഉണ്ടായിരുന്നു ഷീമാട്ടിയില്. അമ്മയുടെ ഗിഫ്റ്റ് ഇന്ന് പൊട്ടിക്കുന്നത് അപ്പയാണ്. അപ്പൊ അമ്മ പ്രതീക്ഷിച്ചതാണോ അപ്പയുടെ ഷർട്ട്? ഷർട്ട് പ്രതീക്ഷിച്ചു, മുണ്ട് പ്രതീക്ഷിച്ചില്ല. അതാ ഞാൻ പറഞ്ഞ പ്രതീക്ഷയും കൂടുതലുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഓൾറെഡി നീ വാങ്ങിച്ച മുണ്ടുകൾ തന്നെ 1, 2, 3, 4, 5 എണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ മുണ്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ ഈ കവറ് മിലന്റെ അല്ല. അത് മിലനല്ല, പോത്തീസിൽ ഞാൻ വെറുതെ അങ്ങ് വെച്ചുള്ളൂ. മനസ്സിലായി? ഈ അമ്മയൊന്ന് തുറന്നേ. ഈ തുറക്കാനുള്ള യോഗ്യതയുണ്ടോന്ന് അറിയാം. അതെന്താ അങ്ങനെ പറയണേ? അത് ശരിക്കും തുറന്ന് ഒട്ടിച്ചിട്ടൊന്നുമില്ല. ഒട്ടിച്ചിട്ടുണ്ട്. ഓ വളരെ മനോഹരം, വളരെ മനോഹരം. ഇല്ലാത്ത കളറ്. അമ്മയുടെ പ്രിയപ്പെട്ട ടസർ സിൽക്കാണ്. ടസറാണ്. ഓ ഇച്ചിരി അധികമായി പോയി. എങ്ങനെയുണ്ട്? ടു മച്ച്. നല്ല സാരിയാ. ഫുൾ അങ്ങനെയാ. നല്ല സാരിയാ, വളരെ നല്ല സാരിയാ. സാരി നീ ഉടുക്കുകയില്ലെങ്കിലും നിന്റെ സാരിയുടെ സെലക്ഷൻ നല്ലതാ. ഞാൻ ഉടുത്തിരിക്കുന്ന കോട്ടൺ സാരി നീ എടുത്തോളാം. നല്ല വ്യത്യാസം ഉണ്ടാവും. ഇല്ല, ഫുൾ അങ്ങനെ തന്നെ. ഇച്ചിരി ചേഞ്ച് ഉണ്ട്.
അതിങ്ങനത്തെ സാരിക്ക് തുമ്പ് കിട്ടിയല്ലോ ടസർ സിൽക്ക് അത് പ്യുവർ ടസർ സിൽക്ക് മനസ്സിലായി. ഇപ്പൊ നല്ല റേറ്റ് ഉണ്ട് ഇതിന്. ഇതില് വിത്ത് ബ്ലൗസ് ഉണ്ടാവും ചിലപ്പോ. ഉണ്ടെന്നോ ആണ് അവര് പറഞ്ഞത്. ഞാൻ ഉണ്ടാവും. പിന്നെ ഞാൻ വിത്ത് ബ്ലൗസ് അങ്ങനെ കേക്ക് മാറ്റിയത് ടിഷ്യൂ കൊണ്ട് നോക്കാം. അത് ഒരു ഇത് വെച്ച് കേട്ടോ. നല്ല സാരിയാ, വളരെ നല്ല സാരി, നല്ല കളറാ, ഇഷ്ടപ്പെട്ടു. നന്നായിരിക്കണം. അതാ തൂക്കാനും ടിഷ്യൂ എടുത്തോണ്ട് വരാം. കൈ കൊണ്ട് തൂക്കാൻ പറ്റില്ല. ടിഷ്യൂ അപ്പൊ ഇഷ്ടപ്പെട്ടോ? അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഷർട്ട്? നല്ല അമ്മയ്ക്ക് വളരെ നല്ല ഷർട്ടും മുണ്ടും നല്ലതാണ്. അതോടൊപ്പം ഒട്ടും മോശമില്ലാത്ത സാരിയും വളരെ നന്നായിരിക്കണം. എല്ലാം വളരെ നന്നായിരുന്നു. നന്നായിട്ടുണ്ട്, കൊള്ളാം. ശരി, അമ്മ എന്താ പറയാ വന്നേ? ഞാൻ പറയാൻ വന്നത് ഒന്നുമല്ല. അപ്പൊ ദൈവത്തിന് പ്രത്യേകം നന്ദി അതെ അർപ്പിക്കണം. പിന്നെ അതോടൊപ്പം അമിതമായ സന്തോഷം ഒന്നിനും നമുക്ക് പാടില്ല. ഓരോ ദിവസവും പ്രയാസങ്ങളും ദുഃഖങ്ങളുമാണ് നമ്മളിപ്പോ ഈ ലോകത്ത് കേട്ടോണ്ടിരിക്കുന്നത്. അതെ അതെ അപ്പൊ അങ്ങനെ ഈ വർഷവും ഒരു വിവാഹ വാർഷികം ആഘോഷിക്കാൻ ദൈവം അനുവദിച്ചതിൽ ദൈവത്തോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നിന്റെ സമ്മാനം, രണ്ടുപേർക്കും തന്ന സമ്മാനം വളരെ നല്ലതാണ്. പിന്നെ ഇത്രയും അധികം റേറ്റിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സമ്മാനത്തിന്റെ റേറ്റിലല്ല കാര്യം കേട്ടോ. അപ്പൊ ഇത്രയും റേറ്റിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സാധനം രണ്ടും നല്ലതാണ്. അപ്പൊ ഓക്കെ ഓക്കെ, ബൈ ബൈ. ഓക്കെ അപ്പൊ ഒരു പടം